മെയ് 7-ാം തീയതിയാണ് വളരെ നിർണായകമായിട്ടുള്ള കോൺക്ലേവ് ആരംഭിക്കാൻ പോകുന്നത്. കത്തോലിക്ക സഭയുടെ 267-ാമത്തെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള കോൺക്ലേവ്. ഇനി ലോകത്തിന്റെ കണ്ണുകൾ, സഭയുടെ കണ്ണുകൾ എൻ്റെ പുറകിൽ കാണുന്ന ആ സിസ്റ്റൈൻ ചാപ്പലിലേക്കായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് സിസ്റ്റൈൻ ചാപ്പലിന് നിരവധി ചരിത്ര പ്രാധാന്യമുണ്ട്, നിരവധി വിശേഷങ്ങളുണ്ട്, നിരവധി പ്രത്യേകതകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മോട് പ്രതികരിക്കാൻ നമ്മോടൊപ്പം ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട ബോബിനച്ചനാണ്. വത്തിക്കാന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഹോളി സ്പിരിറ്റ് ആശുപത്രിയിലാണ് അച്ഛൻ സേവനം ചെയ്യുന്നത്. നമുക്ക് അച്ഛനിൽ നിന്നും സിസ്റ്റൈൻ ചാപ്പലിന്റെ ആ ഒരു വിശേഷങ്ങൾ, പ്രത്യേകതകൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അച്ഛാ, വളരെ ഒരു ചരിത്ര പ്രാധാന്യമേറിയ ഒരു ചാപ്പലാണ് സിസ്റ്റൈൻ ചാപ്പൽ. നിർണായകമായിട്ടുള്ള പല മുഹൂർത്തങ്ങൾക്കും സിസ്റ്റൈൻ ചാപ്പൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്തെല്ലാം പ്രത്യേകതകളാണ് സിസ്റ്റൈൻ ചാപ്പലിന്? പ്രത്യേകിച്ച് ആ പെയിന്റിങ്ങുകളൊക്കെ വളരെയധികം ആകർഷണീയമാണ്. എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ കോൺക്ലേവിന്റെ പശ്ചാത്തലത്തിൽ സിസ്റ്റൈൻ ചാപ്പലിനുള്ളത്? അതെ, സിസ്റ്റൈൻ ചാപ്പൽ നമുക്കറിയാം, പോപ്പ് സിക്സ്റ്റസ് നാലാമനാണ് ഇത് പണി കഴിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ചാപ്പൽ പണിയുവാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുകയും അവിടെ പഴയ ഒരു പേപ്പൽ മാഞ്ഞ കപ്പേള മാഞ്ഞ എന്ന് പറഞ്ഞൊരു ചാപ്പൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ സ്ഥലത്ത് തന്നെയാണ് പേപ്പൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പാപ്പയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ പുതിയ പാപ്പനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പുതിയ ചാപ്പൽ, സിസ്റ്റൈൻ ചാപ്പൽ എന്ന് പറഞ്ഞ് ഈ ദേവാലയം പണി കഴിപ്പിക്കുന്നത്. അപ്പോൾ ഈ സിക്സ്റ്റസ് നാലാമൻ മാർപ്പാപ്പയുടെ പേരിന്റെ രീതിയിലാണ് ഇങ്ങനെ സിസ്റ്റൈൻ ചാപ്പൽ എന്നുള്ള ആ പേര് വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം, മെയ് 7-ാം തീയതി നടക്കുന്ന കോൺക്ലേവില് വരുന്ന കർദിനാൾമാര്, ഇതിൽ എലക്ട് ചെയ്യപ്പെടുന്ന കർദിനാൾമാരെല്ലാം പ്രദക്ഷിണമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഗാനം ആലപിച്ചുകൊണ്ട് അതിലേക്ക് പ്രദക്ഷിണമായിട്ട് കയറുന്ന നിമിഷങ്ങളാണ്. നമ്മളെല്ലാവരും, ലോകം മുഴുവൻ മാധ്യമങ്ങളെല്ലാം ശ്രദ്ധ വരുന്ന ഒരു ചാപ്പലാണ്. അതിലെ പ്രത്യേകത, അതിലേക്ക് കർദിനാൾമാരെ പുതിയ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധാത്മാവിന്റെ സഹായം യാചിച്ചുകൊണ്ട് സഭയുടെ പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന ഒരു കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്ന രംഗങ്ങളും, അതിനുശേഷം അവിടെ പ്രതിജ്ഞ നടത്തുകയും അതിനുശേഷം അവർ എല്ലാവരും ബാലറ്റ് പേപ്പറിൽ പുതിയ പാപ്പയുടെ പേര് നിർദ്ദേശിക്കുകയും അതിനുശേഷം അവിടെ നിന്നാണ് കറുത്ത പുകയോ വെളുത്ത പുകയോ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ച് വരുന്നത്. അപ്പോൾ സഭയുടെ ചരിത്രപരമായിട്ടും കലാപരമായിട്ടും വിശ്വാസപരമായിട്ടും ഒത്തിരിയേറെ ശ്രദ്ധ ഉള്ള ഒരു ദേവാലയം, ഒരു കപ്പേളയാണ്, ഒരു ചാപ്പലാണ് ഈ സിസ്റ്റൈൻ ചാപ്പൽ എന്ന് പറയുന്നത്. ഇതിന് ഒത്തിരിയേറെ 3 കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. ഒന്ന്, ചരിത്രപരമായിട്ട് ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട്. രണ്ടാമതായിട്ട് കലാപരമായിട്ട് ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട്. മൂന്നാമതായിട്ട് ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസവുമായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 1400-കളിലാണ് ഈ ദേവാലയം, ഈ കപ്പേള പണിയുവാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ സിക്സ്റ്റസ് നാലാമൻ മാർപ്പാപ്പ അതിൻ്റെ പണികൾ ഓരോ വ്യക്തികളെ ഏൽപ്പിക്കുകയാണ്. അതൊരു പ്രത്യേകമായിട്ട് ഇതിൽ എടുത്തു പറയേണ്ടത് ഫ്രെസ്കോസ് എന്ന് പറഞ്ഞ ഒരു പെയിന്റിംഗ് ആണ് ഈ കപ്പേളയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് അന്നത്തെ കാലത്തെ നവോത്ഥാന കലാകാരന്മാരുടെ കലകൾ ഉപയോഗിച്ചാണ്, പെയിന്റിങ് സ്റ്റൈൽ ഉപയോഗിച്ചാണ് ഈ കലകളെല്ലാം അവിടെയുള്ള വാൾ പെയിന്റ്, ഫ്രെസ്കോസ് ചെയ്തു വെച്ചിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഇറ്റലി വരുന്ന പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ് എന്താണ് ഫ്രെസ്കോസ്, പെയിന്റിങ് ഫ്രെസ്കോസ്. അത് മൂറൽ ആർട്ടിലുള്ള ഒരു പ്രത്യേക ഒരു രീതിയാണ്. അത് നമ്മളൊരു ഭിത്തിയിൽ ഒരു പെയിന്റിങ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഒരു പരുക്കൻ രീതിയിൽ അതിൽ പ്ലാസ്റ്റർ എല്ലാം ചെയ്ത് എല്ലാം റെഡിയാക്കും, സിമെൻ്റൊക്കെ തേച്ച് റെഡിയാക്കും. അതിനുശേഷം ഒരു നനഞ്ഞ പ്രതലം ഉണ്ടാക്കും. ആ നനഞ്ഞ പ്രതലം ഇങ്ങനെ തേച്ച് മിനുസ രീതിയിൽ തേച്ച് വെച്ച് ആ തേച്ച് വെച്ച് അതേ സമയം തന്നെ പെയിന്റിങ് ചെയ്യാണ്. അപ്പൊ അത് ഫ്രഷാണ്. അപ്പൊ അത് എപ്പോ നമ്മൾ ആദ്യം അവരൊരു രൂപരേഖ തയ്യാറാക്കി വെക്കും ഈ പരിക്കൻ പ്രതലത്തില്. അതിനുശേഷമാണ് ഒരു മിനുസമായിട്ടുള്ള ഒരു പ്രതലം ഇവര് അവരുടെ പ്രത്യേക മെറ്റീരിയൽ ഉപയോഗിച്ച് അത് തേച്ച് പിടിപ്പിക്കുകയും അപ്പോൾ തന്നെ പെയിന്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ പെയിന്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ മിനുസമുള്ള പ്രതലം ഫ്രഷായിട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഫ്രഷ് പെയിന്റിങ് ആണ്. അതിൽ പിന്നെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ മാഞ്ഞു പോകത്തില്ല. ഈ ഫ്രഷ് നനഞ്ഞ പ്രതലം ഉണങ്ങിക്കഴിയുമ്പോൾ അത് 1000-ഓളം വർഷങ്ങളോളം, ഇഷ്ടംപോലെ വർഷങ്ങളോളം അത് നിലനിൽക്കും എന്നുള്ള വളരെ ഒരു പ്രത്യേകത ഈ ഫ്രെസ്കോസിനുണ്ട്. അതാണ് ഈ സിസ്റ്റൈൻ ചാപ്പലിൽ എടുത്തു പറയത്തക്ക ഒരു
പെയിന്റിങ്ങുകളുടെ ഒരു വളരെ പ്രത്യേകത. അതിൽ 3 തരം പെയിന്റുകളാണ് നമുക്ക് അവിടെ 3 സ്ഥലത്താണ്. ഒന്നാമതായിട്ട് സീലിംഗിലുണ്ട്, പിന്നെ നമുക്ക് ഓൾട്ടർ പെയിന്റിംഗ് എന്ന് പറഞ്ഞ ഓൾട്ടറിന്റെ പുറകിലുള്ള പെയിന്റിങ്, അതുപോലെ തന്നെ 2 സൈഡ് വശങ്ങളിലുള്ള പെയിന്റിംഗ് ആണ് കൂടുതലായിട്ട് ഉള്ളത്. അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ ആകർഷണീയമായിട്ടുള്ള നിരവധി ചിത്രകലകൾ അല്ലെങ്കിൽ പെയിന്റിങ്ങുകൾ സിസ്റ്റൈൻ ചാപ്പലിന്റെ ഉള്ളിലുണ്ട്. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ശില്പികൾ? ഇതില് പ്രധാനമായിട്ട് നമുക്കറിയാം 1473കളിലാണ് ഇതിന്റെ പണികള് സിക്സ്റ്റൂസ് 4ാമൻ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ തുടങ്ങുന്നത്. അപ്പൊ ഇറ്റലിയിൽ അന്ന് അറിയപ്പെട്ടിരുന്ന നവോത്ഥാന കാലഘട്ടത്തിലെ നവോത്ഥാന ആർട്ടിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നു സാന്ദ്രോ ബൊത്തിച്ചെല്ലി എന്ന് പറഞ്ഞ ഒരു കലാകാരനും, പിന്നെ പിയേത്രോ പെറുജീനോ, പിന്നെ ഡൊമിനിക്കോ ഗിർലാന്തായോ എന്ന് പറഞ്ഞ 3 പ്രധാനപ്പെട്ട വ്യക്തികളുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ കലയുടെ ആദ്യ ഭാഗം. നമ്മൾ 3 ഭാഗങ്ങളായിട്ട് സിസ്റ്റൈൻ ചാപ്പലിലെ പെയിന്റിങ് നമ്മൾ പറഞ്ഞു. ഭിത്തിയിൽ 2 വശത്തെ ഇടത്തും വലത്തുമുള്ള ഭാഗം ആദ്യം ചെയ്തത് ഈ കലാകാരന്മാരാണ്. അതിനുശേഷമാണ് മൈക്കിൾ ആഞ്ചലോ വന്നിട്ട് ഈ സിസ്റ്റൈൻ ചാപ്പലിന്റെ സീലിംഗ് വർക്കുകൾ ചെയ്യുന്നത്, അവിടെയുള്ള ആർട്ട് വർക്കുകൾ ചെയ്യുന്നത്. അത് പിന്നീട് 1508 കാലഘട്ടങ്ങളിലാണ് മൈക്കിൾ ആഞ്ചലോ വരികയും ഒത്തിരിയേറെ 4 വർഷങ്ങളൊക്കെ എടുത്താണ്. കാരണം നമ്മൾ പറഞ്ഞത് ഇത് ഫ്രെസ്കോ ഫ്രഷ് ആർട്ട് വർക്കാണ്, മൂറൽ പെയിന്റിംഗ് ആണ്. അതേപോലെ ടൈം എടുത്താണ് ഇവർ ചെയ്യുന്നത്. അതുപോലെ അത്ര ജീവനുള്ള പ്രതിഫലനങ്ങളാണ് ഓരോ പെയിന്റിങ്ങിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും മൈക്കിൾ ആഞ്ചലോ രണ്ടാമതായിട്ട് വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ സീലിംഗ് ചെയ്യാനായിട്ട് വന്നു, സീലിംഗിലെ പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും മൈക്കിൾ ആഞ്ചലോ തിരിച്ചു വരുന്നത് വർഷങ്ങൾക്ക് ശേഷം 1536കളിലാണ് മൈക്കിൾ ആഞ്ചലോ തിരിച്ചു വന്നിട്ട് ഓൾട്ടർ പെയിന്റിങ്, ഓൾട്ടറിന്റെ പുറകിൽ അവിടെ പേപ്പൽ ചാപ്പ, അവിടെ ബലിയർപ്പിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പൊ ആ ഓൾട്ടർ വെച്ചിരിക്കുന്ന ആ ഓൾട്ടർ വാൾ എന്ന് പറയുന്ന അവിടെയും കൂടെ അദ്ദേഹം നല്ല ഒരു ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് ഇതിന്റെ ആർട്ട് വർക്കുകൾ ചരിത്രപരമായിട്ട് നിലനിൽക്കുന്നത്. ഇപ്പൊ 3 പ്രധാനപ്പെട്ട മാർപ്പാപ്പന്മാരാണ് ഇതിന്റെ പണിയും അതുപോലെ തന്നെ ഈ കലാപരമായിട്ടുള്ള സൃഷ്ടിക്കായിട്ട് അനുവദിക്കുന്നത്. ഒന്ന് നമുക്കറിയാം സിക്സ്റ്റസ് 4ാമൻ എന്ന് പറഞ്ഞ മാർപ്പാപ്പ, രണ്ടാമതായിട്ട് പോപ്പ് ജൂലിയസ് 2ാമൻ എന്ന് പറഞ്ഞ ഒരു മാർപ്പാപ്പ, പിന്നെ പോൾ 3ാമൻ എന്ന് പറഞ്ഞ ഒരു മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലാണ്. പിന്നെ ഇതിന്റെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ ആർട്ട് വർക്കുകൾ നമ്മൾ പറഞ്ഞു, ഈ 3 സൃഷ്ടികൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് 3 ഘട്ടമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് കാണുന്നത് വാൾ ഫ്രെസ്കോസ് എന്നാണ് പറയുന്നത്. ആ ഇടത്തും വലത്തുമുള്ള ഫ്രെസ്കോസ് ചെയ്തിരിക്കുന്നത്. അതില് പ്രത്യേകമായിട്ട് നമ്മൾ പറയേണ്ടത് പഴയ നിയമവും പുതിയ നിയമവും അതുപോലെ തന്നെ പ്രസന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ 3 കാര്യങ്ങൾ. ഒന്ന്, പഴയ നിയമത്തിൽ നിന്ന് മോശയുടെ ജീവിത ചരിത്രം മുഴുവൻ മോശയുടെ നേതൃത്വം എടുത്തു കാട്ടിക്കൊണ്ടുള്ള ഒരു ഭാഗമാണ് കാട്ടിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് അവർ കാട്ടിയിരിക്കുന്നത് യേശുവിന്റെ നേതൃത്വം, യേശു എങ്ങനെയായിരുന്നു ജനങ്ങളെ നയിച്ചത്. മൂന്നാമതായിട്ട് അവിടെ പ്രസന്റ് സിറ്റുവേഷൻ, അതുവരെയുള്ള മാർപ്പാപ്പന്മാരുടെ എല്ലാ പടങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒത്തിരിയേറെ സ്പിരിച്വൽ മീനിങ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണല്ലോ, ഈ സ്പോട്ടിലാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. അത് എന്ന് പറയുന്നത് ചുമ്മാ ഒരു പ്രവാദത്തിൽ വരുന്നതല്ല, പക്ഷെ ഒരു കണ്ടിന്യൂറ്റി, ഒരു സ്പിരിച്വൽ കണ്ടിന്യൂറ്റി ഉണ്ട്. അതായത് നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും പ്രസന്റ് സിറ്റുവേഷനും കൂടി കണക്ട് ചെയ്തിരിക്കുകയും അതുപോലെ തന്നെ പഴയ നിയമത്തിലെ നേതൃത്വമായിട്ടുള്ള മോശ, പുതിയ നിയമത്തിലെ മോശയായിട്ടിരിക്കുന്ന ഈശോ, ഇന്ന് സഭയെ നയിക്കാൻ ഈശോയുടെ വികാരിയായിരിക്കുന്ന മാർപ്പാപ്പ. അങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ ഫ്രെസ്കോയുടെ സൈഡ് വാളില് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വെച്ചാൽ വളരെ ഒരു നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങൾക്കും വേദിയായിട്ടുള്ള ഒരു ചാപ്പലല്ലേ സിസ്റ്റൈൻ ചാപ്പൽ, ഒരു ഇടം തന്നെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സിസ്റ്റൈൻ ചാപ്പൽ പ്രത്യേകിച്ച് കോൺക്ലേവ് ആരംഭിച്ച് കഴിഞ്ഞാൽ ആ ചാപ്പലിന്റെ വാതിൽ അടയ്ക്ക് നമുക്ക് അതിന്റെ സെറമണിയൊക്കെ നമുക്ക് അറിയാം.
അതിനുശേഷം ചാപ്പലിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, പിന്നെ കാർഡിനൽസിന് അവിടെ വിട്ടപ്പോ അങ്ങനെ ഒരു സീക്രസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ സംബന്ധിച്ചൊന്ന് ഇത് വളരെ ഗൗരവതരമായ ഒരു ശുശ്രൂഷയാണ്. അതുപോലെ തന്നെ രഹസ്യാത്മകത വളരെയധികം സൂക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ലോകത്തില് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് എവിടെയും ഇല്ല. നമുക്കറിയാം ഫ്രാൻസ് ഒരു പാപ്പയെ തെരഞ്ഞെടുക്കുന്നത്. അതുപോലെ കോൺക്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കീ ഇല്ലാത്ത അവസ്ഥ എന്നാണ് അർത്ഥം. അതായത് കീ വെച്ച് പൂട്ടുന്ന അതായത് പുറത്തുനിന്ന് പൂട്ടും. ചരിത്രപരമായിട്ട് ഈ ദേവാലയത്തിൽ ഈ ചാപ്പലിൽ എൻട്രി ചെയ്യുമ്പോൾ പണ്ടൊക്കെ പുറത്തുനിന്ന് പൂട്ടി അവര് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് വരെ അതിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വരെ. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് അനുസരിച്ച് അവര് സാന്താ മാർത്ത ഗസ്റ്റ് ഹൗസിലായിരിക്കും വരുന്ന കർദിനാൾമാര് താമസിക്കുന്നതും മറ്റ് ശുശ്രൂഷകളും പ്രാർത്ഥനകളും. അപ്പോൾ രാവിലെ നമുക്കറിയാം കോൺക്ലേവിന്റെ രാവിലെ വിശുദ്ധ ബലിയോടുകൂടി ആരംഭിച്ച് അതിനുശേഷം അവർ ഉച്ച കഴിഞ്ഞ് 7-ാം തീയതി പ്രദക്ഷിണമായിട്ട് അതിൻ്റെ ഉള്ളിൽ കർദിനാൾമാരും അവരുടെ പേരുകൾ പറഞ്ഞ് പ്രതിജ്ഞ എടുക്കുകയും അതിന്റെ രഹസ്യാത്മകത സൂക്ഷിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞയാണ് അതില്. അതുപോലെ തന്നെ ഈ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ സത്യസന്ധമായിട്ട് തെരഞ്ഞെടുക്കുമെന്നുള്ള അതിനുശേഷം അവര് ബാലറ്റ് വോട്ടിംഗ് നടത്തിയാണ്. അതില് 2 വരുന്നവരാണ് സാധാരണ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അപ്പോൾ തന്നെ വത്തിക്കാനുള്ള എല്ലാവരെയും അറിയിക്കുവാനായിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ ഒരു പുക വരുന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ കറുത്ത പുക വന്നു കഴിഞ്ഞാൽ പുതിയ പാപ്പയെ ഇതുവരെ തെരഞ്ഞെടുത്തിട്ടില്ല. എന്നാൽ വെളുത്ത പുക പുറം ലോകത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പാപ്പയെ തെരഞ്ഞെടുത്തു എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഈ സിസ്റ്റൈൻ ചാപ്പലില് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ മൈക്കിൾ ആഞ്ചലോയുടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ദേവാലയത്തിലുണ്ട്. ഒന്നാമത് മൈക്കിൾ ആഞ്ചലോ 1500-കളിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത ആദ്യ സീലിംഗ് വർക്കാണ്. അതിന്റെ സീലിംഗ് മൊത്തം ഈ ബൈബിളിലെ ഒരു തുറന്ന പുസ്തകമായിട്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 9 പാനലുകളായിട്ടാണ് ഈ സിസ്റ്റൈൻ ചാപ്പലിന്റെ മോൾ ഭാഗം സീലിംഗ് ഭിത്തി ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിന്റെ വിരല് ആദത്തിനെ സ്പർശിക്കുന്ന നമ്മളെല്ലാവരും പടങ്ങളിൽ കണ്ടിട്ടുണ്ട്. വളരെ ദൈവം മനുഷ്യനെ സ്പർശിക്കുന്ന ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, ലോക സൃഷ്ടി, അതുപോലെ തന്നെ ആദത്തിനെ ഹവ്വാനെ സൃഷ്ടിക്കുന്നത്, അതിനുശേഷം അവരുടെ പതനം പാപം മൂലം ഉണ്ടാകുന്നത്, പിന്നീടുള്ള രക്ഷാ വാഗ്ദാനം, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളാണ് ഈ മെയിനില് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് മനുഷ്യൻ പാപം മൂലം ദൈവത്തിൽ നിന്നുള്ള ആ ബന്ധം അകന്നു പോകുന്നതും പക്ഷെ ദൈവം തന്റെ വിരലിൽ കൊണ്ട് അടുത്തു വരുന്ന അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഇതാണ് സീലിംഗില് മൈക്കിൾ ആഞ്ചലോ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് പറഞ്ഞ മൈക്കിൾ ആഞ്ചലോ പിന്നെയും തിരിച്ചു വരുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ലാസ്റ്റ് ജഡ്ജ്മെന്റ് അത് ഓൾട്ടർ പെയിന്റിങ്ങില് വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതില് ഈശോയൊക്കെ ആണെങ്കിലും ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫിഗറാണ്, വളരെ മസ്കുലർ ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ ഡൈനാമിക്. ഈശോ എപ്പോഴും ജീവിക്കുകയാണെന്നുള്ള രീതിയിൽ അന്തിമ വിധി ദിവസത്തിൽ ഈശോ വരുന്നതും ഒരുപാട് വിശുദ്ധര്, അതുപോലെ തന്നെ ഈ മരിച്ച് അടക്കപ്പെട്ടവർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരുപാട് രംഗമുണ്ട്. അതുപോലെ തന്നെ ഈ ഓൾട്ടർ പെയിന്റിൽ കാണുന്ന 2 പ്രധാനപ്പെട്ട രംഗങ്ങൾ, ഒന്ന് നന്മ ചെയ്തവരെ സ്വർഗത്തിലേക്കും തിന്മ ചെയ്തവരെ നരകത്തിലേക്കും വിടുന്ന ഒരു രംഗം കൂടിയുണ്ട്. അങ്ങനെ മൈക്കിൾ ആഞ്ചലോയുടെ ഒരു ബെസ്റ്റ് മാസ്റ്റർ പീസ് ആണ് ഇതിന്റെ ഉള്ളില് നമുക്ക് കാണുവാനായിട്ട്. അതുകൊണ്ട് ചരിത്രപരമായിട്ടും കലാപരമായിട്ടും വിശ്വാസത്തിന്റെ ഒരു മെയിൻ കേന്ദ്രമാണല്ലോ നമ്മുടെ സഭയുടെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും, അതുപോലെ തന്നെ പ്രസന്റ് സിറ്റുവേഷനിൽ പാപ്പയെ തെരഞ്ഞെടുക്കുന്ന എല്ലാ രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സഭയുടെ കേന്ദ്രബിന്ദു എന്ന് തന്നെ നമുക്ക് പറയാം വിശ്വാസം. മറ്റൊരു കാര്യം കൂടി ഉണ്ട് വെച്ചാൽ ശക്തമായിട്ട് ഇനി പ്രാർത്ഥിക്കേണ്ട ഒരു സമയങ്ങളല്ലേ 7-ാം തീയതി അതിനുശേഷം നടക്കുന്ന കോൺക്ലേവ്, ആ കോൺക്ലേവിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ. അപ്പോൾ ശക്തമായിട്ടൊരു പ്രാർത്ഥന ഉയർത്തേണ്ട ഒരു നാളാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പുതിയ മാർപ്പാപ്പ ആരായിരിക്കും എന്നുള്ള അനേകം ചോദ്യങ്ങളും അനേകം ഡിസ്കഷൻസുകളും ഊഹാപോഹങ്ങളും ഒക്കെ വരുന്നതാണ്. നമുക്കറിയാം എല്ലാ കർദിനാൾമാർക്കും എന്തെങ്കിലും ഒരു
പ്രത്യേക ഗുണവും അവര് സഭയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക കോൺട്രിബ്യൂഷൻ ചെയ്ത വ്യക്തികളാണ് ഈ കർദിനാൾമാരെല്ലാവരും തന്നെ. അവര് അതുപോലെ തന്നെ അവരവരുടെ പ്രാഗൽഭ്യം, അവരുടെ പ്രത്യേകത സഭയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് അവര് സഭയുടെ രാജകുമാരന്മാരായിരിക്കുന്നത്. അപ്പൊ ആരെയും നമുക്ക് കുറച്ച് കാട്ടാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇതില് ഈ കോൺക്ലേവ് തുടങ്ങുമ്പോഴും അതിന്റെ മെയിൻ ഇത് നയിക്കുന്ന സെർമണി നയിക്കുന്ന ആ വ്യക്തി കർദിനാള് അവര് വിളിച്ചു പറയുന്ന ഒരു കാരണം സഭ മൊത്തം നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ള ഒരു വാക്കോട് കൂടിയാണ്, പരിശുദ്ധാത്മാവിന്റെ സഹായം അപേക്ഷിച്ചാണ് കർദിനാൾമാരെല്ലാം ഈ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് കയറുന്നത്. അപ്പോൾ ഇത് ഒരു കർദിനാൾമാരുടെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല, സഭയുടെ മുഴുവൻ അങ്ങനെ ഒരു ഇൻവിറ്റേഷനോട് കൂടിയാണ്, ലോകത്തെ മുഴുവൻ ക്ഷണിച്ചുകൊണ്ടാണ് സഭയിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർദിനാൾമാരാണ്. അപ്പോൾ ലോകത്തിന്റെ വിദൂരത്തുനിന്ന് പോലെയുള്ളവർ പോലും ഈ സിസ്റ്റൈൻ ചാപ്പലിൽ ഒരുമിച്ച് കൂടുക. അപ്പോൾ നമുക്ക് വളരെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. പുതിയൊരു പാപ്പ പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന വ്യക്തി, അല്ലാതെ മാധ്യമങ്ങൾ ജഡ്ജ് ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ലോകം ജഡ്ജ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഒരുപാട് പ്രവചനങ്ങൾക്കിടയിലും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇത് ദൈവത്തിന്റെ പ്രവൃത്തി തന്നെയാണ്. നമുക്കറിയാം, ഫ്രാൻസിസ് പാപ്പയെ തെരഞ്ഞെടുത്തപ്പോഴാണെങ്കിലും ബെനഡിക്ട് പാപ്പയെ അങ്ങനെ പല വ്യക്തികളെ തെരഞ്ഞെടുത്തപ്പോഴാണെങ്കിലും ഒരുപാട് പ്രവചനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ദൈവം തെരഞ്ഞെടുക്കുന്ന വ്യക്തി വളരെ വ്യത്യസ്തമാണ്. ദാവീദിനെയൊക്കെ തെരഞ്ഞെടുത്ത പഴയ നിയമത്തിലെ പോലെ തന്നെ. അങ്ങനെ അതിന്റെ ഒരു വിശ്വാസവും പ്രാർത്ഥനയും നമുക്കുണ്ടാകണം. അതാണ് മനുഷ്യന്റെ പ്രവൃത്തിയല്ല, ഇത് കർത്താവിന്റെ ഒരു പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവിന്റെ റിയൽ ഒരു ഇടപെടൽ തന്നെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. തീർച്ചയായും നമുക്ക് പ്രാർത്ഥന ശക്തിപ്പെടുത്താം. നിരവധി പേര് ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് നല്ലൊരു മാർപ്പാപ്പയെ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനകൾ ഉയർത്താം, കരങ്ങൾ കോർക്കാം. സഭയ്ക്ക് വേണ്ടി, പുതിയ പാപ്പയ്ക്ക് വേണ്ടി, കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽസിന് വേണ്ടി. വത്തിക്കാൻ ചതുരത്തിൽ നിന്നും ഫാദർ ബോബിനൊപ്പം ഷെക്കിന ന്യൂസിന് വേണ്ടി ജോർജി ജോസ്.